നിങ്ങളതിൻ്റെ ടീസർ കണ്ടു നോക്കൂ. പച്ച വർഗീയത പറയാണ്, പച്ച വർഗീയത. ഒരു കാലത്ത് നമുക്ക് ആലോചിക്കാനേ കഴിയാത്ത കാര്യം. സിനിമയാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തോതിൽ പണം മുടക്കി എടുത്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ അതിൽ ആലോചിക്കേണ്ട കാര്യം സാമ്പത്തിക ലക്ഷ്യം മാത്രമാണോ അതിനുള്ളത്? സാമ്പത്തിക ലക്ഷ്യമല്ല, മറിച്ച് സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിക്ക് അനുസൃതമായി പടം ഉണ്ടാക്കുക. ഐഡിയോളജിക്ക് അനുസൃതമായി പടം ഉണ്ടാക്കുകയല്ല, സംഘ് പരിവാറിന് ഇലക്ഷൻ ആവശ്യങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അല്ല പണി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാമ്പത്തിക താല്പര്യം എന്ന് വെച്ചാൽ ആരുടെ സമ്പത്ത് എന്ന ചോദ്യം പോലും ഉണ്ട്. ആരാണ് ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് പൈസ വരുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇലക്ഷൻ സമയത്തെ മുൻനിർത്തിക്കൊണ്ട് ട്രൂ സ്റ്റോറീസിനെ നോക്കൂ, ശരിയായ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന സിനിമ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ ആകമാനം ഈ നിലയ്ക്ക് വലിയ തോതിലുള്ള പരിപാടി നടക്കുകയാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ, ഇന്ത്യയിലെ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞതാണ് നമുക്കറിയാം. അങ്ങനെയുള്ളതായിട്ടല്ല സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കേരള ഹൈക്കോടതി എന്താണ് അവസാനം കണ്ടിട്ടുള്ള ഫൈറ്റിംഗ് നമുക്കറിയാം. അങ്ങനെയുള്ളതായിട്ടല്ല. കേരള ഹൈക്കോടതി കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആൾക്കാർ പടം എടുക്കുകയാണ്. കേരളത്തിലുണ്ട്, കേരളം കേന്ദ്രീകരിച്ച് 30,000-ഓളം സ്ത്രീകളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് സിറിയയിലേക്ക് പോയിരിക്കുകയാണെന്ന് പടം എടുക്കുകയാണ്. നിയമം എന്ന് പറയുന്ന സംഗതി എന്താണ്, സാമാന്യ യുക്തി എന്ന് പറയുന്ന സംഗതി എന്താണ്, അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്ന ലക്ഷ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാമോ കേന്ദ്രങ്ങളെ സഹായിക്കുക എന്ന നിലയ്ക്ക് മനുഷ്യർക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനെ വലിയ തോതിൽ സ്വീകരിച്ച ആൾക്കാരും ഇവിടെയുണ്ട്. ചില സ്കൂളുകളിലൊക്കെ കേരളത്തിൽ അത് പ്രദർശിപ്പിച്ചു. കുട്ടികൾ കേരള സ്റ്റോറി കാണേണ്ടതാണെന്ന് പറഞ്ഞ് ചില പ്രീസ്റ്റ്സ് നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തല്ലോ. ഇനിയുള്ള കോൺടാക്സിൽ അത് പ്രദർശിപ്പിക്കുമെന്ന് അറിയില്ല. ആ പ്രദർശനം കഴിഞ്ഞതിന് ശേഷമാണ് കന്യാസ്ത്രീകളെ പിടി ജയിലിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പള്ളിയിൽ അച്ഛനായിട്ടുള്ളൊരു മനുഷ്യനെ മാരകമായി മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ തരത്തിലുള്ള അധിക പ്രേമത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു കാണും. പക്ഷേ അത് കൺസ്യൂം ചെയ്യാനും അത് സ്വീകരിക്കാനും അത് നാട് മുഴുവൻ പരത്താനും കഴിയുന്ന മനുഷ്യന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. ആ നിലയ്ക്ക് തലച്ചോറ് മാറ്റിപ്പണിയപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. സോ അതിന് ആ നിലയ്ക്കുള്ള റിസ്ക് എലമെൻ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാണുക, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ പല നിലയ്ക്ക് സ്വാധീനിക്കാൻ പഴയ പോലെ ലഘുലേഖ ഇറക്കുകയും നാട്ടുകവല പ്രസംഗങ്ങളൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമകൾ വരുന്നു, ചാനലുകൾ വരുന്നു, വലിയ സംഭവങ്ങൾ വരുന്നു. കേരളം ഒരു ചെറിയ സ്ഥലമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതികളാണ് നമ്മൾ കാണുന്നത്. യെസ്, ഞാൻ അനുമാനിക്കുന്നത് ആ പുതിയ സിനിമയിൽ ഔട്ട് ഓഫ് ഫോക്കസും മീഡിയ വണ്ണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് വില്ലൻ സ്ഥാനത്ത്.